ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് ബോട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു റെസിപ്പി തന്നെ മട്ടൺ ബോട്ടി വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോഗ്രാം ബോട്ടിയുടെ നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര തവണ കഴുകുന്നുവോ അത്രയും നല്ലതായിരിക്കും കേട്ടോ ഇത് കഴുകിയെടുക്കുന്നത്. ഇനി ഇതിന്റെ സ്മെല്ലൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ച് ലാസ്റ്റ് ഞാൻ ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബോട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബോട്ടി കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും കേടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും, എന്നാലും നന്നായിട്ട് വെള്ളത്തിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു 6 വിസിൽ വരെ ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കുക്കറിൽ കുക്ക് ചെയ്യുന്നതിനേക്കാളും വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് നേരം കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ഓരോ ബോട്ടിക്കും ഓരോ വേവായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇത്രയും വെള്ളം നമ്മുടെ ബോട്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിയുടെ മസാല റെഡിയാക്കാം. അതിനു വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 മീഡിയം സവാള കൊത്തി അരിഞ്ഞതും കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി സവാള പെട്ടെന്ന് തന്നെ വഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിന്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. മീഡിയം സൈസിലുള്ള 3 ടൊമാറ്റോയുടെ പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കുക്കായതിനു ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിന്റെ ബോട്ടി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പൊടികളൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനും എരിവിനൊക്കെ അനുസരിച്ചിട്ട് കൂട്ടിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ ബോട്ടിലേക്ക് നല്ല പോലെ തന്നെ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് എന്തെങ്കിലും പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂണും കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് സിം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചൊന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബോട്ടി മസാല നല്ല പോലെ തന്നെ വെള്ളമൊക്കെ വറ്റി നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിടണം. അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതൊന്ന് വറവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള ബീഫ് ബോട്ടി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പൊറാട്ടയുടെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.